എൻ്റെ പേര് അജയകുമാർ. ഞാൻ ഹരിതകേരളം മിഷനിലെ സ്റ്റേറ്റ് ഓഫീസിലെ പ്രോഗ്രാം ഓഫീസറാണ്. ഇന്ന് കൊട്ടാരക്കര നഗരസഭയിൽ നമ്മളൊരു മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി നമ്മുടെ ഇവിടുത്തെ സ്ഥാപനങ്ങളുടെ ഒരു ശുചിത്വ ഗ്രേഡിംഗ് നൽകുന്നതിനാവശ്യമായിട്ടൊരു പരിശോധനയാണ് നടക്കുന്നത്. ഈ നഗരം സമ്പൂർണ്ണമായി ശുചിത്വമാക്കുകയും അതോടൊപ്പം തന്നെ സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായി ലക്ഷ്യം വെക്കുന്നത്. മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് ജൈവമാലിന്യവും അജൈവ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ ഇവിടുത്തെ ദ്രവമാലിന്യ സംസ്കരണ സംവിധാനങ്ങളും കാര്യക്ഷമമാക്കി ഈ നഗരത്തിൻ്റെ മൊത്തത്തിലുള്ള ഗ്രേഡ് ഉയർത്തുന്നതിനാവശ്യമായിട്ടുള്ള, അതായത് കേരളത്തിലെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നഗരമാക്കി മാറ്റുന്നതിനാവശ്യമായിട്ടൊരു ഇടപെടൽ ആണ് ഇതിൻ്റെ ഭാഗമായി നടക്കുന്നത്. ഇതിൽ വളരെ വലിയ ബഹുജന പങ്കാളിത്തത്തോടു കൂടിയിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി കേരള ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം തന്നെ ഒക്ടോബർ മാസം 2-ാം തീയതി നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിന് മുന്നോടിയായി ഈ നഗര സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളും ഇവിടുത്തെ നഗരത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളും കാര്യക്ഷമമാക്കുകയും എല്ലാ ഓഫീസുകളും അതേപോലെ തന്നെ എല്ലാ സ്ഥാപനങ്ങളും നമുക്ക് ഗ്രീൻ പ്രോട്ടോക്കോൾ അനുസരിച്ചാണ് നടത്തുന്നത് എന്ന് ഉറപ്പാക്കുകയും ഈ നഗരത്തിൻ്റെ പ്രാധാന്യം ഉയർത്തുന്നതിനാവശ്യമായിട്ടുള്ള, അതായത് കണ്ണൂരിലെ 3 പെരിയ, അതേപോലെ തന്നെ വയനാടിലെ സുൽത്താൻ ബത്തേരി പോലുള്ള വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന നിരവധി നഗരങ്ങൾ കേരളത്തിൽ തന്നെയുണ്ട്. അതേപോലെ കൊട്ടാരക്കര നഗരത്തെയും നമുക്ക് ഒരു സുന്ദരമായ ഒരു നഗരമാക്കി മാറ്റുന്നതിനാവശ്യമായ ഇടപെടൽ നടത്തുകയും അതോടൊപ്പം തന്നെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ബോധവൽക്കരണവും നമ്മുടെ ഒരു ശീലവൽക്കരണ പ്രവർത്തനവും ഇതിൻ്റെ ഭാഗമായി ആലോചിക്കുന്നുണ്ട്. ഇന്ന് കൊട്ടാരക്കര നഗരത്തിൽ ഇത്തരത്തിൽ രാവിലെ നമ്മൾ ഒരു ബോധവൽക്കരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി 8 ടീമുകൾ ആയി തരംതിരിച്ച് നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലെ എല്ലാ സ്ഥാപനങ്ങളിലും പരിശോധന നടത്തി നമ്മുടെ മാനദണ്ഡങ്ങൾ പ്രകാരം ജൈവമാലിന്യ സംസ്കരണത്തിനും അജൈവ മാലിന്യ സംസ്കരണത്തിനും ദ്രവമാലിന്യ സംസ്കരണത്തിനും സൗന്ദര്യവൽക്കരണ പ്രവർത്തനത്തിനും പ്രാധാന്യം നൽകി അത്തരത്തിൽ ആ പ്രാധാന്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ ഹരിത സ്ഥാപനമായി പ്രഖ്യാപിക്കുകയും ആ സ്ഥാപനങ്ങൾക്ക് നമ്മൾ തുടർന്ന് ഹരിത സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് നഗരസഭയുടെയും അതേപോലെ തന്നെ ഹരിതകേരള മിഷൻ്റെയും നേതൃത്വത്തിൽ സാക്ഷ്യപത്രം നൽകി അവരുടെ ഗ്രേഡ് ഉയർത്തുന്നതിനാവശ്യമായ ഇടപെടലാണ് നടത്തുന്നത്. നമ്മൾ ഒക്ടോബർ 2-ന് ആരംഭിക്കുന്ന ഈ പ്രവർത്തനം മാർച്ച് 30-ന് ആണ് അവസാനിക്കുന്നത്. മാർച്ച് 31-ഓടുകൂടി കേരളത്തെ മാലിന്യമില്ലാത്ത കേരളമായി ഗവൺമെൻറ്റിന് പ്രഖ്യാപിക്കാൻ കഴിയുന്നൊരു ഇടപെടൽ എന്നുള്ള നിലയ്ക്ക് ബഹുജന പങ്കാളിത്തം വളരെ അനിവാര്യമാണ്. അതിനകത്ത് എല്ലാ സ്ഥാപന ഉടമകളും അതോടൊപ്പം തന്നെ റെസിഡൻസ് അസോസിയേഷൻ തുടങ്ങി രാഷ്ട്രീയ പാർട്ടികൾ, മതസ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നഗരത്തിൻ്റെ പ്രൗഢി കൂട്ടാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഇടപെടലുകളും ജനകീയ ഇടപെടലോടുകൂടി നടത്താൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസമാണ് ഉള്ളത്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളാണ് ഇന്ന് ആരംഭിക്കുന്നത്. കടകൾക്കകത്തുള്ള മാലിന്യം തൂത്ത് റോഡിലേക്ക് എന്ന സ്ഥിതിയുണ്ട്. ഇതെല്ലാം ഒന്ന് പരിശോധിച്ച് അവരെ ഒരു ബോധത്തിലേക്ക് കൊണ്ടുവരിക എന്നാണ് ഈ ക്യാമ്പിൻ്റെ പ്രധാന ഉദ്ദേശം. ഇന്നിപ്പോൾ 1000 കടകൾ എന്ന് പറയുന്നത് 2 നില 3 നില 4 നില കെട്ടിടത്തിലൊക്കെ മോഡൽ ഉൾപ്പെടെയാണ് 1000 ആണല്ലോ. നമ്മുടെ ഒരു ബിൽഡിങ്ങിൽ താഴെയുള്ള കടകളുടെ ദൂരം മേളിൽ പിന്നെ കയറി നോക്കുക, കഴിയുന്നത് നോക്കുക.